നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹോപ്പ് എവ്രിബഡി ഈസ് ഹാപ്പി ആൻഡ് ഹെൽത്തി. ഉടുപ്പിയിലെ ഒരു തിമ്മപ്പ റെസ്റ്റോറൻറ്റിലാണ് ഞാനുള്ളത്. നല്ല ഫിഷ് മീൽ കിട്ടുന്ന അറിഞ്ഞിട്ട് വന്നതാണ്. വളരെ തിരക്കുള്ളൊരു ഏരിയ ആണ്. നമ്മുടെ കോഴിക്കോട്ടിലെ അമ്മ ഹോട്ടലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഫിഷ് കറികൾ കിട്ടുന്ന വെച്ചിട്ടാണ്. അതിലകത്ത് പോയി നോക്കാം എന്തൊക്കെ ഫിഷാണുള്ളതെന്നുള്ളത്. ഒരുപാട് ഫിഷ് ഫ്രൈ ഉണ്ടെന്ന് പറയുന്നത്. നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. ഒരു ലോക്കൽ സെറ്റപ്പാണ്, പക്ഷേ ഭയങ്കര തിരക്കാണ്. ഫുൾ കാറുകളൊക്കെ ആയിട്ട്. അകത്ത് പോയി നോക്കാം എന്താണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉടുപ്പിയാണ്. സോ ഉടുപ്പി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നായിട്ട്. മാംഗ്ലൂരിൽ നിന്ന് ഉടുപ്പിയിലേക്ക് 55 കിലോമീറ്ററിനടുത്തുണ്ട്. അതായത് 1 മണിക്കൂർ 1.25 മണിക്കൂർ എടുക്കും. നല്ല വിശാലമായ റോഡാണ്. നല്ല വീതിയുള്ള റോഡിൽ സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാം. ഗട്ടറുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഒറ്റ പ്രശ്നം എന്ന് പറയുന്നത് നല്ല ചൂടും പിന്നെ 2 ടോളുണ്ട്. പോണ വഴിക്ക് 2 ടോൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. നല്ല ഫിഷ് മീൽ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, തിമ്മപ്പ റെസ്റ്റോറൻ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ഉടുപ്പിയിൽ ആദ്യം അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ഫൈനലി തിമ്മപ്പ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ ഫിഷ് മീൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ബോർഡില്ലേ, ഈ ബോർഡ് 45 വർഷം ഉണ്ടായിരുന്നില്ല. ഈ തിമ്മപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫൗണ്ടർ മരിച്ചതിന് ശേഷം മക്കളാണ് ഒരു ട്രിബ്യൂട്ട് പോലെ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഈ ബോർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റുകൾക്ക് ശരിക്കും ബോർഡ് പോലും ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഇതിൻ്റെ ഓണർ എന്നും മാർക്കറ്റിൽ പോയിട്ട് ഫ്രഷ് ഫിഷ് വാങ്ങും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വളരെ ചെറിയൊരു റെസ്റ്റോറൻറ്റ്, വലിയ ആംബിയൻസും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ക്രൗഡഡാണ്. പക്ഷെ നിങ്ങൾ പോയിട്ട് കൈ കഴുകിയിട്ട് ഒരു സ്പോട്ട് കണ്ടുപിടിക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫുഡിൻ്റെ മേളമാണ്. ഭയങ്കര തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് മറ്റുള്ളവർ കഴിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ വിശപ്പ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാട്ടോ. ഇവിടെ ഇല ഇടുന്ന ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, കുത്തനെയാണ് ഇല വെക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ചരിച്ചിട്ടല്ല. അതിനുശേഷം എന്തെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു അച്ചാറുണ്ടാവും. അതിനുശേഷം ഒരു കൊട്ടയിൽ കുറേ മീൻ പൊരിച്ചായിട്ട് വരും. നമുക്ക് മീൻ പൊരിച്ചത് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ റൈസ്, വൈറ്റ് റൈസും അവൈലബിൾ ആണ്, കേരള റൈസ് അവൈലബിൾ ആണ്. നല്ല റൈസ്, വെറും 40 രൂപ മാത്രമേ റൈസിനുള്ളൂ. അതും അൺലിമിറ്റഡ്. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം റൈസ്. റൈസല്ല ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഫിഷാണ്. പിന്നെ അങ്ങോട്ട് റൈസ് വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫിഷിൻ്റെ മേളമാണ്. പലതരം ഫിഷ് പല പ്ലേറ്റിലായിട്ട് 2 ഭാഗത്തു നിന്നും ആളുകൾ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. നമ്മളൊരു ഫിഷിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെയാണ്. നമുക്ക് ആവശ്യമുള്ളത് അറിയുന്നത് മാവോലി, മയക്കോറിയും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്, കിങ് ഫിഷ് എല്ലാം ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം അറിയാത്ത കുറേ ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ 2-3 ഫിഷുകൾ ഓർഡർ ചെയ്തു. ഈ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അത്രയും പൊടിഞ്ഞ് വരുന്ന അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. അത് നമ്മുടെ ചോറും കറിയും കൂട്ടി കഴിക്കുക എന്ന് പറയുന്നത് എന്താണ് പറയാനറിയോ, നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് നമുക്ക് പുറത്ത് ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ തിമ്മപ്പ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് സീ ഫുഡുകൾ അവൈലബിൾ ആണ്. അതിലൊന്നാണ് കൂന്തൽ എന്ന് പറയുന്നത്. ഈ കൂന്തലിൻ്റെ ഗ്രേവി അല്ല, പക്ഷേ ഡ്രൈ പെപ്പർ റോസ്റ്റ് എന്ന് പറയും. അതിൻ്റെ കൂടെ കുറച്ച് മുളക് ഉണ്ടാവും. ഈ മുളകും ഈ ഓരോ പീസ് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാലുള്ള ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ അത്ര അധികം നമുക്ക് പരിചിതമല്ലാത്തൊരു ടേസ്റ്റാണ്. ഇതൊന്നെങ്കിൽ നിങ്ങൾ ചോറിൻ്റെ കൂടെ കറീൻ്റെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കുറിക്കുന്ന പോലെയും കഴിക്കാം. എന്തായാലും മിസ് ചെയ്യാൻ പാടുള്ള സംഭവമാണ് ഈ പെപ്പർ റോസ്റ്റ് സ്ക്വിഡ് എന്ന് പറയുന്നത്. അടുത്ത ചെമ്മീനാണ്, ഗീ റോസ്റ്റ് ചെമ്മീൻ എന്ന് പറയും. വളരെ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ അത്ര കാണാത്തൊരു സംഭവമാണ് ഗീ റോസ്റ്റ് ചെമ്മീൻ എന്ന് പറയുന്നത്. നല്ല ചില്ലിയും നല്ല രുചിയുള്ള സാധനം, നല്ല ഫ്രഷാണ്. നമുക്ക് ഓൾഡായിട്ട് ഫീൽ ചെയ്യില്ല. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ ഈ ഗീ റോസ്റ്റ് ചെമ്മീൻ എന്ന് പറയുന്നത്. നല്ല ആസ്വദിച്ച് കഴിക്കാം അതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ പുറത്ത് ചോറും മീനും ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്നത് കേട്ടോ. അത്രയും ഞാൻ എൻജോയ് ചെയ്തു മീൻ കഴിക്കുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഒരു ബട്ടർ മിൽക്ക്, ഒരു മോരിൻ്റെ വെള്ളം കുടിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മുറുക്കണമെങ്കിൽ ഇവിടെ മുറുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് തൊട്ടിട്ട് തന്നെ. കാരണം ഇതൊന്ന് മുറുക്കാൻ ബിഗിനേഴ്സിനുള്ള സാധനമുണ്ട്, അതേപോലെ കുറച്ച് ഹെവി ആയിട്ട്. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുറുക്കുക എന്നുള്ള സംഭവമാണ്. അതായത് സ്വീറ്റ് പാൻ അവൈലബിൾ ആണ്. നിങ്ങൾ മുറുക്കുന്ന ആളല്ലെങ്കിൽ ജസ്റ്റ് ചവച്ച് ഇറക്കാൻ പറ്റുന്ന മധുരമുള്ള പാനും ഇവിടെ അവൈലബിൾ ആണ്. ഇത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല സ്വീറ്റ് ഉണ്ട്, ഇറക്കാൻ പറ്റുന്ന പറയുന്നത്. നല്ലൊരു ചോറും മീൻകറിയും കേരളത്തിൻ്റെ പുറത്ത് കഴിക്കാൻ പറ്റുന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അൺടിൽ ഐ റീച്ച്ഡ് ഹിയർ ഇൻ തിമ്മപ്പ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ. 50 വർഷത്തെ പാരമ്പര്യമുള്ള റെസ്റ്റോറൻ്റാണ്. നല്ല മീൻകറിയും കൂട്ടി ചോറ് കഴിച്ച്
കേരളത്തിൻ്റെ പുറത്തായാലും കഴിക്കാൻ പറ്റുന്നു എനിക്ക് മനസ്സിലായി. എന്തായാലും ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ മംഗലാപുരം, ഉടുപ്പി, അതുപോലെ ഷിമോഗ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ തിമ്മപ്പ റെസ്റ്റോറൻറ്റ് മറക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു മുറുക്കലും ആവാം. എന്തായാലും ഈ എപ്പിസോഡിൻ്റെ വൈൻഡപ്പ് ചെയ്യാണ്. ഓൺ ദിസ് നോട്ട്